ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കാം. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സാൻഡ്വിച്ചാണിത്. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഈ ഒരു മുട്ടയുടെ മഞ്ഞ ഒരുപാട് അങ്ങ് കട്ടിയാകുന്ന വിധത്തിൽ പുഴുങ്ങിയെടുക്കരുത്. ഒരുപാട് ടൈം എടുത്ത് പുഴുങ്ങണ്ട. ഒന്ന് ഈ ഒരു മഞ്ഞ ഉറച്ച് വരുന്നത് വരെ പുഴുങ്ങിയെടുത്താൽ മതി. അതേപോലെ മുട്ട ഉടക്കുന്ന സമയത്ത് നന്ന പൊടിയായിട്ട് ഉടച്ചെടുക്കാനും പറ്റില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. 2 ടേബിൾ സ്പൂൺ സവാള വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങ നീരാണ്. ഞാനിവിടെ ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഈ ഒരു പകുതി നാരങ്ങ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മയോണൈസാണ്. മയോണൈസും മുട്ടയും വെച്ചിട്ടാണ് ഞാനൊരു സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ മയോണൈസ് ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയും മയോണൈസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാൻഡ്വിച്ചിൽ വെക്കുന്ന ഫില്ലിങ്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു സോസ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചേർത്തിട്ടില്ല. അപ്പം ഈ ഒരു മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് നന്നായിട്ട് ഒട്ടി നിൽക്കണമെങ്കിൽ സൈഡ് കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പം സാൻഡ്വിച്ച് 2 ബ്രെഡും നന്നായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 ബ്രെഡിൻ്റെ സൈഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡും സൈഡ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മയോണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയും ആ ഒരു മിക്സ് ഇതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 4 സ്ലൈസ് ബ്രെഡും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സവാളക്ക് പകരം കുക്കുംബർ വേണമെങ്കിൽ കുക്കുംബർ ചേർത്ത് കൊടുക്കാം. അതേപോലെ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇഷ്ടമില്ലാത്തവർ ഈ ഒരു സവാള ഒഴിവാക്കിയാൽ മതി. അതിന് പകരം വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മയോണൈസ് തേച്ച് വെച്ച് വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടി നിൽക്കും. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.